ഓൾ ഇന്ത്യ ലോയർ യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവ അഭിഭാഷക കൺവെൻഷൻ പുനലൂർ അടുക്കളമൂല ടി.കെ. ഉമ്മൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ വലിയ വെല്ലുവിളികൾ നേരിടുന്ന വർത്തമാനകാലത്ത് യുവ അഭിഭാഷകരുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തും ദിശാബോധവും പകരുന്നതിനായാണ് കൊല്ലം ജില്ലയിലെ യുവ അഭിഭാഷകരുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കേരള ബാർ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് കെ.എൻ. അനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. പല രീതികളിലെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾക്കിപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ട് നടക്കുന്നില്ല. വാട്ടർ ചാർജ്, ഇലക്ട്രിസിറ്റി ചാർജ്, അതുപോലെ തന്നെ എല്ലാം KSRTC ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ പോലും എല്ലാം നമുക്ക് പറയുന്ന കാര്യമില്ലല്ലോ. എല്ലാ യാത്രകളും നമുക്കൊക്കെ തന്നെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാം. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഫഷനിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ കാലത്തിനനുസരിച്ച് പിടിച്ചു കഴിയുക. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഗവേണൻസും ഈ ഫയലിങ്ങും നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. നമ്മൾ അതുമായിട്ട് സ്വായത്തമാക്കുക എന്നുള്ളതാണ് ഏക പോകാൻ കഴിയുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും അതിനകത്ത് തടസ്സങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളൊരു പെറ്റീഷൻ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്ഷൻ എടുക്കണമെങ്കിൽ എൻ്റെ പ്രോസസ്സോടൊപ്പം അതൊക്കെ മാറ്റിക്കൊണ്ട് അടുത്ത സ്റ്റേജിലേക്ക് അപ്പോൾ നമുക്കറിയാം. ഒക്കാലത്ത് രാവിലെ നമ്മൾ ഫയൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് വെൽഫെയർ ഫണ്ട് സ്റ്റാമ്പ് വേണം, ക്ലർക്സ് വെൽഫെയർ ഫണ്ട് സ്റ്റാമ്പ് വേണം, ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് സ്റ്റാമ്പ് വേണം, റവന്യൂ സ്റ്റാമ്പ് വേണം. 4 സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒക്കാലത്ത് ഫയൽ ചെയ്യാൻ കഴിയൂ. പക്ഷെ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. വെൽഫെയർ ഫണ്ട് സ്റ്റാമ്പ് അടക്കമുള്ളത് ഈ സ്റ്റാമ്പിംഗ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ അഡ്വാൻസ് ക്ലർക്ക് സ്റ്റാമ്പും അടുത്ത അമെന്റ്മെന്റിലും ഉടനടി അത് ഈ സ്റ്റാമ്പിങ്ങിലേക്ക് വരും. അതുപോലെ തന്നെ LBF-ഉം അതുപോലെ തന്നെ റവന്യൂ സ്റ്റാമ്പൊക്കെ തന്നെ ഈ സ്റ്റാമ്പിലേക്ക് മിക്കവാറും ഒരു പ്രശ്നമത് വരും. ഗവൺമെന്റ് ആ രീതിക്ക് തീരുമാനങ്ങൾ എടുത്തു വരും. അതിനകത്ത് ട്രഷറി കോഡിലൊക്കെ തന്നെ അതിൻ്റെ അമെന്റ്മെന്റ്സ് ഒക്കെ വരുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ഒരു 5-6 മാസം കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് നമുക്ക് രാവിലെ വക്കാലത്ത് ഫയൽ ചെയ്യണമെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ കയറിയിട്ട് 2 വക്കാലത്ത് 2 പേരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 50 രൂപ ലീഗൽ ബെനിഫിറ്റ് സ്റ്റാമ്പ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ എല്ലാം കൂടി മൊത്തം 63 രൂപ അല്ലെങ്കിൽ 120 രൂപയാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു ഓപ്ഷൻ പ്രിന്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാമ്പുകളൊക്കെ തന്നെ ഈ സ്റ്റാമ്പായിട്ട് നമുക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സ്റ്റാമ്പ് പ്രിന്റിംഗ് ബാർ കൗൺസിലിന്റെ ഉത്തരവാദിത്വം ഒഴിവാകും. നമുക്ക് സ്റ്റാമ്പ് മേടിക്കണ്ട. ജില്ലാ ജഡ്ജി മുഹമ്മദ് റായിസ്, സീനിയർ അഡ്വക്കേറ്റ് വി. മധുരിഭൻ പിള്ള, അഡ്വക്കേറ്റ് പാരിപ്പള്ളി R. രവീന്ദ്രൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഒരു സംഭവം, ഒരു കുറ്റകരമായ ഒരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തിയെ സംബന്ധിച്ച് അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് നടപടി ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏജൻസിയാണ് പോലീസ്. അപ്പം ജനറലി നമുക്ക് ഇന്ത്യയിൽ ഉള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇന്ത്യയിൽ RAND, റിസർച്ച് അതോറിറ്റി വിങ്, RAW. അവരുടെ ജോലി എന്താണ്? ഓൾ ഇന്ത്യ ലോയർ യൂണിയൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P.K. ഷിബു, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓച്ചിറ N. അനിൽകുമാർ, മുൻ ബാർ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് E. ഷാനവാസ് ഖാൻ, ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് K.P. സജിനാഥ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് S. പുഷ്പാനന്ദൻ, അഡ്വക്കേറ്റ് V. സുമലാൽ, അഡ്വക്കേറ്റ് B. ഷംനാഥ് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. തീർച്ചയായും ജില്ലയിലെ യുവ അഭിഭാഷകർക്ക് ദിശാബോധവും സംഘടനാപരമായ കരുത്തുമൊക്കെ നൽകുന്ന ഒരു സെഷനായിരിക്കും ഇത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ കൺവെൻഷന് ശേഷം യുവ അഭിഭാഷക സബ് കമ്മിറ്റി ജില്ലാടിസ്ഥാനത്തിൽ രൂപീകരിക്കുകയും ആ യുവ അഭിഭാഷക സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ യുവ അഭിഭാഷകർക്ക് അവരുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുകയും ജുഡീഷ്യൽ ടെസ്റ്റിലേക്ക് അടക്കം കടന്നു വരുന്ന അഭിഭാഷക സമൂഹത്തിലെ യുവ അഭിഭാഷകർക്ക് പൊതുവായ പരിശീലന ക്ലാസുകളടക്കം കിട്ടുന്ന നിലയിൽ ദാർശനികമായും അക്കാദമികപരമായും ഒക്കെ തന്നെ ഒരു പുതിയ ദിശാബോധം നൽകുന്ന നിലയിൽ ഉള്ള പുതിയ കാലത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ആലോചിച്ച് ഇത്തരത്തിലുള്ള യുവ അഭിഭാഷക കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. കോടതികളെയും സർക്കാരുകളുടെയും എല്ലാ വിഭാഗം ആളുകൾക്കും സഹായം എത്തിക്കുന്ന ഒരു സമൂഹമാണ് അഭിഭാഷകർ. ആ അഭിഭാഷകരുടെ കൊല്ലം ജില്ലയിലെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ
യുവ അഭിഭാഷകരുടെ സമ്മേളനമാണ് ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഈ സമ്മേളനം ചേരുന്ന കാലഘട്ടങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഭരണഘടനാ മൂല്യങ്ങളെ പോലും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-നബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-നബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.